കോഴിക്കോട് കക്കയത്തും ഉരുൾപൊട്ടി. തൃശൂരിൽ ഇടിമിന്നലേറ്റ് 2 മരണം. കൊച്ചിയിൽ വെള്ളക്കെട്ടിനെതിരായ പ്രതിഷേധത്തിൽ സംഘർഷം. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. റോഡ് ഉപരോധിച്ച് ജനം. KMRLന്റെ നിർമ്മാണവും തടഞ്ഞു. വെള്ളക്കെട്ടിൽ ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടു. എന്ന് പറയുന്നത് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു ആത്മീയ നേതൃത്വം ഉള്ള ഒരു സംഘടനയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്കും അതിൽ പ്രവർത്തിക്കാൻ കഴിയും. അത് മതപരമായ കാര്യങ്ങളിൽ വിധി പറയേണ്ട ഒരു ആധികാരിക സംഘടനയാണ് സമസ്ത. അവർ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുപോലെയൊക്കെ ഒരുപാട് പള്ളികൾ അതിൻ്റെ നിയന്ത്രണമൊക്കെ അവരുടെ കയ്യിലാണ്. അതിനകത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുപോയി നമ്മൾ ചെലുത്തിയിട്ട് ആ സ്ഥാപനത്തെയും ആ സംഘടനയും ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ ലീഗ് അനുകൂല പ്രസ്താവന വിവാദത്തിൽ. ലീഗും സമസ്തയും ഒന്നിച്ചു പോകണമെന്ന് അഹമ്മദ് ദേവർകോവിൽ. ലീഗിനും സമസ്തയ്ക്കും ഇടയിൽ വിള്ളൽ വരുത്താൻ ഛിദ്രശക്തികൾ ശ്രമിക്കുന്നുവെന്നും INL നേതാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടം പുരോഗമിക്കുമ്പോൾ പോളിംഗ് ഭേദപ്പെട്ട നിലയിൽ. വിധി എഴുതുന്നത് വാരണാസി അടക്കം 57 മണ്ഡലങ്ങൾ. ബംഗാളിൽ പോളിംഗിനിടെ അക്രമം. ജാദവ്പൂരിൽ ഏറ്റുമുട്ടി CPIM പ്രവർത്തകരും സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകരും. സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ വോട്ടിംഗ് മെഷീൻ കുളത്തിലെറിഞ്ഞ ആൾക്കൂട്ടം. അവയവ കച്ചവടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ഏജന്റുമാർ നിരവധി പേരെ കൊണ്ടുപോയതായി വൃക്ക നൽകിയ ഇടുക്കി സ്വദേശി കണ്ണൻ. ഏജന്റിന്റെ പേര് വെളിപ്പെടുത്തിയാൽ ജീവൻ അപകടത്തിലാകുമെന്നും കണ്ണൻ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. അവയവക്കടത്തിൽ നിയമം ശക്തമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ന്യൂസ് മലയാളം പുറത്തുവിട്ട രേഖകൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. കച്ചവടം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവയവദാനത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കണമെന്നും കൃഷ്ണദാസ്. കാണിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ പൊതുസമൂഹത്തിന് സംശയം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളും നിലവിലുള്ള നിയമം കർക്കശമായി നടപ്പാക്കുന്നത് കൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ അവയവ കച്ചവടം കേരളത്തിലെ പോലെ നടക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് 2 കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ അവയവ കച്ചവടത്തിന് പിന്നിലുള്ള മാഫിയ സംഘത്തെ, റാക്കറ്റിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. 2, ഈ നിലവിലുള്ള നിയമം അത് കർക്കശമായി നടപ്പാക്കാൻ ഗവൺമെൻറ് തയ്യാറാവുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജനങ്ങൾ സ്വമേധയാ അവയവം ദാനം നൽകുന്നതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. കൊച്ചി അവയവക്കടത്തിലെ പ്രധാന കണ്ണിപിടിയിൽ ബല്ലം രാമപ്രസാദ് ഗോണ്ടയെ പ്രത്യേക സംഘം പിടികൂടിയത് ഹൈദരാബാദിൽ നിന്ന്. അവയവക്കടത്തിന് ഇരയായവരിലേറെയും ഹൈദരാബാദ്, തമിഴ്നാട് സ്വദേശികൾ. ഗോണ്ട പിടിയിലായത് സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് പരിശോധനയിൽ. ക്യാബിൻ ക്രൂവിനെ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കടത്തുന്നവർക്ക് ലഭിച്ചിരുന്നത് 2 ലക്ഷം രൂപ വീതം. സ്വർണത്തിന് പുറമെ വിദേശ കറൻസികളും കടത്തിയിരുന്നതായി അറസ്റ്റിലായ സുഹൈൽ. അന്വേഷണം നെടുമ്പാശ്ശേരിയിലേക്കും തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കാൻ DRI. കരിപ്പൂർ വിമാനത്താവളത്തിൽ 30 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. പോലീസ് പിടികൂടിയത് കസ്റ്റംസിനെ വെട്ടിച്ച് കടത്തിയ 442 ഗ്രാം സ്വർണം. താനാളൂർ സ്വദേശി നാസർ, സ്വർണം സ്വീകരിക്കാനെത്തിയ കാടാപ്പുഴ സ്വദേശി മുഹമ്മദ് മുസ്തഫ എന്നിവർ പിടിയിൽ. പിടിയിലായത് മിശ്രിത രൂപത്തിലാക്കിയ സ്വർണം 2 പാക്കറ്റുകളിലാക്കി കടത്തുന്നതിനിടെ. ഭക്ഷ്യവിഷബാധ ആരോപിച്ച ആലപ്പുഴയിൽ ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വധശ്രമത്തിന് കേസ്. CPO KF ജോസഫിനെതിരെ ഉദ്യോഗസ്ഥതല നടപടിക്കും സാധ്യത. ജോസഫിന്റെ മുൻകാല പ്രവൃത്തികൾ അന്വേഷിക്കാൻ നിർദ്ദേശം.
ആലുവയിൽ ഓട്ടോറിക്ഷയിൽ കെട്ടിയ വടത്തിൽ കുരുങ്ങി വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. ഓട്ടോറിക്ഷ ഉടമയെയും ഡ്രൈവറെയും പ്രതി ചേർത്തു. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. കോഴിക്കോട് ഹോട്ടലിലെ മാലിന്യ ടാങ്കിൽ വീണ് തൊഴിലാളികൾ മരിച്ചതിൽ അസ്വാഭാവികത മരണത്തിന് കേസ്. ഹോട്ടൽ ഉടമയുടെയും കെട്ടിട ഉടമയുടെയും മൊഴി രേഖപ്പെടുത്തും. തൊഴിലാളികളെ മാലിന്യ ടാങ്കിൽ ഇറക്കിയത് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ. പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും ജാമ്യത്തിൽ വിട്ടു. അന്വേഷണ സംഘത്തിന് മുന്നിൽ കുറ്റങ്ങൾ നിഷേധിച്ച് അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും പോലീസിന് മുന്നിൽ ഹാജരായത് ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി. വയനാട് ചെമ്പ്ര പി കിക്കോ ടൂറിസം ഫണ്ട് തിരിമറിയിൽ നടപടി. VSS സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. നടപടി DFO മാർട്ടിൻ ലോവലിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അസമിനെയും മണിപ്പൂരിനെയും ദുരിതത്തിലാക്കി വെള്ളപ്പൊക്കം. മരണം 53. ദുരിതം റെമാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ 5 ലക്ഷത്തോളം പേരെ മഴക്കെടുതി ബാധിച്ചതായി റിപ്പോർട്ട്. സ്വാതി മരിവ കേസിൽ വിഭവ് കുമാർ റിമാൻഡിൽ. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഡൽഹി ടിസ് ഹസാരി കോടതി. ബോളിവുഡ് താരം സൽമാൻ ഖാനെതിരെ വീണ്ടും വധശ്രമ ഗൂഢാലോചന. സൽമാൻ ഖാന്റെ കാർ ആക്രമിക്കാൻ ലോറൻസ് ബിഷ്ണോയി സംഘം ഗൂഢാലോചന നടത്തിയെന്ന് നവി മുംബൈ പോലീസ്. 4 പേർ അറസ്റ്റിൽ. ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് പാകിസ്ഥാൻ ആയുധ വിതരണക്കാരനിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചെന്നും പോലീസ്. T20 ലോകകപ്പിന് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക കാനഡയെ നേരിടും. മത്സരം രാവിലെ 6-ന് ടെക്സസിൽ. ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിക്കുമെന്ന് റിപ്പോർട്ട്. IPL കിരീട നേട്ടത്തിന് ശേഷം ജയ്ഷ ചർച്ച നടത്തിയെന്ന് BCCI വൃത്തങ്ങൾ. ഗംഭീർ പരിശീലകനായി എത്തുക ലോകകപ്പിന് ശേഷം ദ്രാവിഡിന്റെ പകരക്കാരനായി.